നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് ട്രംപിൻ്റെ ഹോർമുസ് ബ്ലോക്കേഡ്, മറുവശത്തിത ഇറാൻ ഇപ്പോൾ തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തിയിരിക്കുന്നു. ഉപരോധത്തിൽ വലഞ്ഞ ഇറാൻ ഒടുവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ച. ഹോർമുസ് കടലിടുക്കിൻ്റെ ഒമാൻ ഭാഗത്തുകൂടി കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ നിലപാട്. മറുവശത്ത് ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ചൈന ഇപ്പോൾ വിരണ്ട് പിന്നോട്ട് മാറുന്ന കാഴ്ച. ആയുധ ഇടപാടിൽ ഇറാനുമായി സഹകരിക്കില്ല എന്നും ചൈന നിലപാട് വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടത്തിന് തങ്ങൾ സൈനിക സഹായങ്ങൾ നൽകുമെന്ന പാശ്ചാത്യ വാർത്തകൾ തെറ്റാണ് എന്ന് ചൈന പറയുന്നു. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇറാനെ സഹായിക്കുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഇത്തരം യാതൊരു നീക്കങ്ങളും ചൈനയുടെ ഭാഗത്തു നിന്നിപ്പോഴില്ല. ഇത്തരം വസ്തുതകൾ നിരത്തി ഇതിൻ്റെ പേരിൽ തീരുവ വർദ്ധിപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കുമെന്നാണ് ചൈന പറയുന്നത്. അമേരിക്കയ്ക്കെതിരായ യുദ്ധത്തിൽ ചൈന ഇറാനെ സൈനികമായി സഹായിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നതിനു പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചൈന പറയുന്നു. ചൈന ഇറാനെ സൈനികമായി സഹായിക്കുന്നുവെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണ് എന്ന ശക്തമായ നിലപാടിലാണിപ്പോൾ ചൈന. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നതിനായി ഇറാൻ TEE-01B എന്ന ചൈനീസ് ഉപഗ്രഹം സ്വന്തമാക്കിയെന്നായിരുന്നു നേരത്തെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് നൽകിയത്. ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമല്ല, ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ തങ്ങൾക്കെതിരെ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കരുത് എന്ന് അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു ചൈന. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിൽ ഇറാൻ മാത്രമല്ല ചൈനയും വലയുന്ന കാഴ്ച. ചൈനയുടെ 2 വാണിജ്യ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും അമേരിക്കൻ സേന ഈ കപ്പലുകളെ തിരികെ അയക്കുകയും ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഇറാനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കാനെത്തുന്ന രാജ്യങ്ങളുടെ മേൽ കനത്ത തീരുവ വർദ്ധിപ്പിക്കുമെന്നാണ് അമേരിക്ക വീണ്ടും പറയുന്നത്. US ഉപരോധം നിലനിൽക്കെ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ ചൈനീസ് കമ്പനികൾ ഇറാന് നൽകുന്നത് തുടരുന്നു എന്ന് അമേരിക്ക പറയുന്നു. ചുരുക്കത്തിൽ ചൈനയെ വരുതിയിലാക്കി വിരട്ടി നിർത്തുന്നതിൽ ഇപ്പോൾ അമേരിക്ക വിജയിച്ചിരിക്കുന്നു. മറുവശത്ത് ഇറാന്റെ പതനം പൂർണ്ണമാണ്. സാമ്പത്തിക ഉപരോധത്തിൽ ഇറാൻ വലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ. ഇറാനിൽ വലിയ തോതിൽ സാമ്പത്തിക അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു. പ്രക്ഷോഭകാരികൾ വീണ്ടും തെരുവിലിറങ്ങുമോ എന്ന ഭയത്തിൽ ഇറാൻ ഇപ്പോൾ ശക്തമായ ചില നടപടികൾ സ്വീകരിക്കുന്നു. മുൻപ് പ്രക്ഷോഭം നടത്തി എന്നതിൻ്റെ പേരിൽ ഒരു വനിതയെ ഇപ്പോഴവർ വധശിക്ഷയ്ക്ക് വിധേയയാക്കി, അവരുടെ ഭർത്താവിനെയും. ഈ മാസം 22-ാം തീയതി വരെയാണ് വെടിനിർത്തൽ യാതൊരു വിധത്തിലും പുനഃപരിശോധിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ ലോകം ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഈ അത്ഭുത വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്. മറുവശത്ത് വെടിനിർത്തൽ സമയം നീട്ടണമെന്ന അഭ്യർത്ഥന ട്രംപ് തള്ളിക്കളഞ്ഞു. ഇറാന് ഒരു സമാധാന കരാറിൽ ഒപ്പിടാൻ ഇനി അവർക്ക് മുന്നിലുള്ളത് 48 മണിക്കൂറാണ്. അമേരിക്കൻ പ്രതിനിധികളുമായി ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പലവിധ ചർച്ചകൾ തുടരുകയാണ്. ഇറാൻ എല്ലാത്തിനോടും അനുകൂല മനോഭാവമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. മറുവശത്ത് ഏപ്രിൽ 22-നകം ഒരു സമാധാന കരാറിലെത്തിയില്ല എങ്കിൽ അതിരൂക്ഷമായ യുദ്ധം പുനരാരംഭിക്കുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. സമാനമായ തലത്തിൽ ഇസ്രയേലും പ്രതികരിച്ചു. ഇറാൻ യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾ തുടരുന്ന വേളയിൽ തങ്ങൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ഭരണകൂടം ഇപ്പോഴും പഴയതാണ് എന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു. ഇറാനുമായി പാകിസ്ഥാനിൽ വെച്ച് മറ്റൊരു ചർച്ച കൂടി ഉടൻ നടക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. അതാവാം 48 മണിക്കൂറിനുള്ളിൽ ഒരത്ഭുതം നടക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. ശനിയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന യോഗത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഒരു പാകിസ്ഥാൻ പ്രതിനിധി സംഘം ബുധനാഴ്ച ടെഹ്റാനിലെത്തി. അവരുടെ ചർച്ച വളരെ പുരോഗമനപരമായിരുന്നുവെന്നാണ് ടെഹ്റാന്റെ പ്രതികരണം. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നത് കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനുള്ളിൽ അതിൻ്റെ സമ്പുഷ്ടീകരണ ശേഷി ഇല്ലാതാക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ കടലിടുക്ക് തുറക്കാം എന്ന ഇറാന്റെ പ്രഖ്യാപനം ട്രംപ് സ്വീകരിച്ചു.
ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം പരിഹരിക്കപ്പെടാതെ വരികയും എണ്ണവില ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്താൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വരാനിരിക്കുന്ന ദുഷ്കരമായ സമയമായിരിക്കും മുന്നിൽ എന്ന് ഇസ്രയേലും ഓർമ്മപ്പെടുത്തുന്നു. നാറ്റോ സഖ്യരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള യുഎസ് ഉപരോധവും ഇറാന്റെ പുതിയ ഭീഷണികളും വെടിനിർത്തൽ കരാറിനെ കൂടുതൽ വഷളാക്കിയെങ്കിലും കൂടുതൽ നയതന്ത്രം അനുവദിക്കുന്നതിന് ഇത് കാരണമായി. ഇറാനുമേലുള്ള കനത്ത സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തിയത്. ടെഹ്റാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ചുകൊണ്ട് വാഷിംഗ്ടൺ അതിന്റെ പ്രതിച്ഛായ മാറ്റിയെടുക്കുന്നതിൽ വിജയിച്ചു. യുഎസ് സെൻട്രൽ കമാൻഡ് കടൽ വഴി ഇറാനിലേക്കും പുറത്തേക്കും പോകുന്ന സാമ്പത്തിക വ്യാപാരം പൂർണ്ണമായും നിർത്തിവച്ചതായി അവകാശപ്പെട്ടു. ഉപരോധത്തിന്റെ ആദ്യ 48 മണിക്കൂറുകൾ വളരെ വിജയമായിരുന്നു. 10 കപ്പലുകളെ ഈ ഘട്ടത്തിൽ തിരിച്ചയച്ചുവെന്നാണ് സെൻകോം വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടൺ തങ്ങളുടെ ഉപരോധവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇറാന്റെ സായുധ സേന പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലേക്ക് ഒരു കയറ്റുമതിയോ ഇറക്കുമതിയോ അനുവദിക്കില്ല എന്ന് IRGC പറഞ്ഞിരുന്നു. എങ്കിലും അമേരിക്കയുടെ ഉപരോധം വിജയിച്ചതോടെ IRGC പിന്നീട് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാന കപ്പൽ ഗതാഗത ചാലിനെ പോലീസ് ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. അമേരിക്കൻ സൈനികരെ കടലിൽ മുക്കുമെന്നും മരണച്ചുഴിയിലേക്ക് തള്ളിവിടുമെന്നും IRGC പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ നാവികസേന കരുത്തോടെ ഹോർമുസിനെ ഉപരോധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം വരുന്ന 20 വർഷത്തേക്ക് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ട്രംപ് അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വെടിനിർത്തൽ നീട്ടുകയല്ല, മറിച്ചൊരു കരാർ മാത്രമേ ഇറാനെ രക്ഷിക്കൂ എന്ന് ട്രംപ് പറയുന്നു. ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ല എങ്കിൽ ലോകം പല കക്ഷണങ്ങളായി തീർന്നേനെ എന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് കരാറിലേക്ക് ചർച്ചകൾ അടുക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇറാൻ എല്ലാ രാജ്യങ്ങളോടും ഫോണിൽ സംസാരിക്കുകയാണ്. അവർ കൂടുതൽ കരാറിലേക്ക് അടുക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി കുറയ്ക്കുക, ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ, അതിന്റെ നിഴൽ ഭീകര ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെ ഇറാൻ ഉയർത്തുന്ന വിദൂര ഭീഷണികൾ കുറയ്ക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞു. എന്നാൽ ഭരണകൂടത്തെ മുഴുവൻ മാറ്റിപ്രതിഷ്ഠിക്കുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് മൊസാദ് തലവൻ ബാർട്ടിയ പറഞ്ഞു. വിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം ഇതുവരെ വീണിട്ടില്ല. യുഎസും ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെയും മറ്റ് ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ ഇറാനിലെ നിലവിലെ ഭരണകൂടവുമായി അമേരിക്ക ചർച്ചകൾ തുടരുകയാണ്. അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ നിയന്ത്രണത്തിൽ മാത്രമേ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന സ്ഥിതിവിശേഷത്തിന് മാറ്റം വന്നതോടെ ഇറാൻ പൂർണ്ണമായും മുട്ടുകുത്തി നിൽക്കുന്നു. ഹോർമുസ് അടഞ്ഞതോടെ റഷ്യ അതിൽ നേട്ടം കൊയ്യാനിറങ്ങിയത് ഇപ്പോൾ അമേരിക്ക തടഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യയോടും ഉപരോധം തുടരുകയാണ് എന്ന നിലപാട് അമേരിക്ക വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ക്രൂഡ് ഓയിൽ ഗതാഗതം നിലച്ചത് തങ്ങൾക്ക് നേട്ടമായി എന്ന് റഷ്യ കരുതുന്നതിനിടയിലാണ് കനത്ത അമേരിക്കൻ ഉപരോധം ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ. ഇത് റഷ്യയ്ക്കും ഇരുട്ടടിയായി മാറി. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. യുഎസും ഇറാനും തമ്മിൽ ഇനിയൊരു ചർച്ച മാത്രമേ ഇറാനെ രക്ഷിക്കൂ. ഇറാനുമായി ചർച്ചകൾ നടത്താൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ 2 നിബന്ധനകൾ അവർ അംഗീകരിച്ച് മാത്രമേ ചർച്ചാമേശയിലേക്ക് വരേണ്ടതുള്ളൂ എന്ന് ട്രംപ് നിലപാട് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക, അതിനുശേഷം മാത്രം അവർ ചർച്ചാമേശയിലേക്ക് കടന്നുവരട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കരാറിലെത്തുന്നതിന് തടസ്സമാകും എന്ന സംശയമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ. എന്തായാലും ട്രംപ് ഉറപ്പിച്ചു തന്നെ. മറുവശത്ത് കനത്ത ഉപരോധങ്ങളും റഷ്യക്കെതിരായ പുതിയ ഉപരോധവും മുട്ടുകുത്തിക്കുന്നത് ഇറാനിൽ തികഞ്ഞ സാമ്പത്തിക അരാജകത്വമാണിപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.